നമുക്ക് എന്തുകൊണ്ട് ഈ ടെൻഷൻ ആവണത്? അവളുടെ കല്യാണത്തിന് അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു, നമ്മളെന്തിനാ നോക്കണത്? മോനെ, നീ താഴേക്ക് നോക്കി പഠിക്കുക. ഇതിനേക്കാൾ വലിയ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് വേറെന്താ ഉള്ളത്? മെന്റൽ സാറ്റിസ്ഫാക്ഷന് ഇത്ര വലിയ മരുന്ന് വേറെന്തെങ്കിലും ഉണ്ടോ? നമുക്കൊരു ഹൗസ് വാമിങ്ങിന് അല്ലെങ്കിൽ വെഡ്ഡിങ് പ്രോഗ്രാമിന് ടെൻഷനാകുന്ന എന്തുകൊണ്ടാ? അങ്ങനെ ആവില്ല ഇങ്ങനെ ആവില്ല, കുറേ തരം ഫുഡില്ല, ആ ടെൻഷനാകുന്ന എന്തുകൊണ്ടാ? അത് റീൽസിൽ ഇങ്ങനെ കുറേ ഫുഡും എൻഗേജ്മെന്റിൽ ചോക്ലേറ്റിന്റെ കൂമ്പാരൊക്കെ കണ്ടോണ്ടല്ലേ അതിന് നമ്മൾ നോക്കണത്. വേറെ ആരെങ്കിലും നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും അതിന് നമ്മൾ ചിന്തിക്കണത്. ഷാഫി ഇമാം റഹിമുള്ള പറഞ്ഞല്ലോ, എല്ലാവരും പാടെ തൃപ്തിപ്പെടുത്തിയിട്ടൊന്നും ജീവിക്കാൻ കഴിയില്ല. ലെസ് കമ്പയർ, ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യലൊക്കെ നമ്മൾ നിർത്തുക. മോനെ, നീ താഴെ നോക്കുക. ഇതെന്തൊരു ആശയമാണ് റസൂൽ പറയണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ താഴെ നോക്കുക എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഖനാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു അത്യാഗ്രഹം ഇല്ലാതെ നീ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക, അത്ര തന്നെ.